പ്രിയരെ നമസ്കാരം. ശിവപുരാണത്തിൻ്റെ 4-ാം ശ്രവണ ദൃശ്യ ഭംഗിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവപുരാണത്തിൻ്റെ 2-ാം അധ്യായമായ രുദ്രസംഹിതയിലെ 31-ാം ഭാഗം മുതൽ 59-ാം ഭാഗം വരെ ഈ ചിത്രശ്രവ്യത്തിൽ ഉൾക്കൊള്ളിക്കുന്നു. കാമദേവൻ ശിവനെ സ്വന്തം സ്വാധീനത്തിൽ കൊണ്ടുവരുവാനായി പരമാവധി ശ്രമിച്ചു. ശിവനും ഗണേശനും ഒഴികെയുള്ള എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിൻ്റെ ശക്തികളാൽ ബന്ധിതരായി. കാമദേവൻ പിതാവിൻ്റെ അടുക്കൽ തിരിച്ചെത്തി സ്വന്തം ശ്രമങ്ങളുടെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞു. അവ ശ്രവിച്ച് ബ്രഹ്മാവ് നിരാശയോടെ നെടുവീർപ്പിട്ടു. അദ്ദേഹത്തിൻ്റെ ആ നെടുവീർപ്പിൽ നിന്ന് ഉഗ്രമായ ഗണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ ഗണങ്ങൾ ആരെ മാരെ, അതായത് കൊല്ലുക കൊല്ലുക എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു. അവർ ബ്രഹ്മാവിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. തുടർന്ന് കാമദേവൻ ഈ ഗണങ്ങളുടെ കോപം ശമിപ്പിക്കുന്നു. ഈ ഗണങ്ങൾക്ക് മാരന്മാർ എന്ന് നാമകരണം ചെയ്തു. ഈ ഗണങ്ങളെ കാമനും രതിക്കുമൊപ്പം ശിവന്റെ അടുത്തേക്ക് രണ്ടാമതും അയക്കുന്നു. വീണ്ടും അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി. എന്നിട്ട് ശിവനെ സ്വാധീനിക്കുന്നതിലെ തങ്ങളുടെ കഴിവില്ലായ്മ പ്രകടിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ബ്രഹ്മാവ് വിഷ്ണുവിനെ സ്മരിക്കുന്നു. അദ്ദേഹം തൽക്ഷണം പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് തൻ്റെ ഉദ്ദേശങ്ങൾ വിഷ്ണുവിനോട് വെളിപ്പെടുത്തി. ശിവനോട് ശത്രുത പുലർത്തുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന വ്യാമോഹമാണെന്ന് വിഷ്ണു അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. എന്നാൽ നിർബന്ധ ബുദ്ധിയിനാൽ പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമേ അക്കാര്യം നേടാനാവൂ എന്ന് വിഷ്ണു അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. അവർക്ക് നിങ്ങളിൽ സംതൃപ്തി തോന്നിയാൽ മനുഷ്യരൂപത്തിൽ പിറന്ന് ശിവനെ ഭർത്താവായി സ്വീകരിച്ച് താങ്കളുടെ ലക്ഷ്യം നേടാൻ അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതിനായി ദക്ഷനോട് തപസ് ചെയ്യുവാൻ നിർദ്ദേശിക്കുക. അതിൻ്റെ ഫലമായി പാർവതി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ജനിക്കും. വിഷ്ണു അപ്രത്യക്ഷനായതിനു ശേഷം ബ്രഹ്മാവ് ദുർഗാദേവിയുടെ രൂപത്തെ ധ്യാനിക്കാൻ തുടങ്ങി. അവർ അദ്ദേഹത്തിൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ശിവനെ നിങ്ങളുടെ മായ കൊണ്ട് ബന്ധിപ്പിക്കാൻ നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. രുദ്രാവതാരത്തിലുള്ള ശിവൻ ഒരു തരത്തിലുള്ള മായകൾക്കും അതീതനാണെന്ന് ദുർഗാദേവി ബ്രഹ്മാവിനെ ബോധിപ്പിച്ചു. എന്നാലും ബ്രഹ്മാവ് തൻ്റെ ആവശ്യത്തിനായി നിർബന്ധം പിടിച്ചപ്പോൾ ദുർഗാദേവി ബ്രഹ്മാവിൻ്റെ ശ്രമത്തെ പിന്തുണയ്ക്കാൻ സമ്മതിച്ചു. അവർ പറഞ്ഞു, ഞാൻ ദക്ഷ പ്രജാപതിയുടെ മകളായി ജനിക്കും. എൻ്റെ ആശ്രാന്ത തപസ്സിലൂടെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ബ്രഹ്മാവിന് ഉറപ്പ് നൽകിയ ശേഷം ദുർഗ അപ്രത്യക്ഷയായി. ബ്രഹ്മാവും തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. ബ്രഹ്മാവിൻ്റെ അനുമതിയോടെ ദക്ഷൻ 3000 വർഷം തപസ് ചെയ്തു. തൽഫലമായി ജഗദാംബാദേവി അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കുമെന്നും എൻ്റെ കഠിനമായ തപസ്സിലൂടെ രുദ്രനെ ഭർത്താവായി നേടിയെടുക്കുമെന്നും ദക്ഷനെ അവൾ അനുഗ്രഹിച്ചു. എന്നാലും ഏതെങ്കിലും അവസരത്തിൽ എന്നോട് താങ്കൾ അനാദരവ് പ്രകടിപ്പിച്ചാൽ ആ അവസരത്തിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഒരു മുന്നറിയിപ്പും അവർ ദക്ഷന് നൽകി. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ദക്ഷ പ്രജാപതി സ്വന്തം മാനസിക ദൃഢനിശ്ചയത്താൽ പലതും സൃഷ്ടിച്ചു. എന്നാൽ അവയിൽ യാതൊരുവിധ പരിണാമമോ വികാസമോ ഇല്ലെന്ന് കണ്ടെത്തിയ അദ്ദേഹം പിതാവിൻ്റെ അടുക്കിലെത്തി ഉപദേശം സ്വീകരിച്ചു. ബ്രഹ്മാവ് അദ്ദേഹത്തോട് ഇണചേരലിൻ്റെ സഹായത്തോടെ സൃഷ്ടികർമ്മം നടത്താൻ നിർദ്ദേശിക്കുന്നു. തുടർന്ന് ദക്ഷ പ്രജാപതി പഞ്ചജനൻ്റെ മകളായ അസിഗ്നിയെ വിവാഹം കഴിച്ചു. അസിഗ്നി, പഞ്ചജനി, വിരാണി എന്നീ പേരുകളിലും പ്രശസ്തയാണ്. അവർക്ക് ഹരിയശ്വൻ ഉൾപ്പെടുന്ന 10000 പുത്രന്മാർ ജനിച്ചു. എന്നാൽ അവരെയെല്ലാം മോക്ഷമാർഗം പിന്തുടരുവാൻ നാരദൻ നിർദ്ദേശിക്കുന്നു. അതിനുശേഷം ദക്ഷൻ പഞ്ചജനിയിൽ നിന്നും ഒരിക്കൽ കൂടി 1000കണക്കിന് പുത്രന്മാരെ ജനിപ്പിച്ചു. എന്നാൽ അവരെയും നാരദൻ പ്രലോഭിപ്പിച്ചതുമൂലം സൃഷ്ടിപ്രക്രിയയിൽ താല്പര്യമില്ലാതിരുന്ന അവരെല്ലാം മോക്ഷമാർഗം പിന്തുടർന്നു. തൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമാക്കുന്ന നാരദനോട് ദക്ഷ പ്രജാപതി അത്യധികം കോപിക്കുകയും അദ്ദേഹത്തെ നിത്യദുർനടപ്പുകാരനായി മാറുവാൻ ശപിക്കുകയും ചെയ്തു. നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തും സ്ഥിരമായി അധികനേരം തുടരില്ലെന്ന് അദ്ദേഹം ശപിച്ചു. ദക്ഷ പ്രജാപതിയുടെ നാരദനോടുള്ള കോപം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ദക്ഷന്റെ അടുക്കിലേക്ക് പോയി അദ്ദേഹത്തെ ശാന്തനാക്കി. തുടർന്ന് ദക്ഷന് 60 പെൺമക്കൾ ജനിച്ചു. അദ്ദേഹം തൻ്റെ 13 പെൺമക്കളെ ധർമ്മനും 13 പെൺമക്കളെ കശ്യപനും വിവാഹം കഴിച്ചു നൽകി. 27 പെൺമക്കളെ ചന്ദ്രനും 2 പെൺമക്കളെ അങ്കിരസനും 2 പെൺമക്കളെ കൃഷാശനും ശേഷിക്കുന്ന 6 പെൺമക്കളെ ഗരുഡനും വിവാഹം കഴിച്ചു നൽകി. തുടർന്ന് ദക്ഷൻ ഭഗവതിയുടെ രൂപത്തെ ധ്യാനിച്ച് തപസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പരിണിത ഫലമായത് അത്യന്തം കഠിനമായ തപസ്സായി പരിണമിച്ചു. അങ്ങനെ ദക്ഷനും അസിഗ്നി എന്ന വിരാണിക്കും ഉമ ജനിച്ചു. ഉമ അത്യധികം സ്നേഹവും വാത്സല്യലോലുപയുമായി വളർന്നു. ഉമ ശിവനെ സ്തുതിച്ചുകൊണ്ട് ഭക്തിഗാനങ്ങൾ ആലപിച്ച് ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്നു. സതിയുടെ മാംഗല്യ ദശയെത്തിയപ്പോൾ ദക്ഷനിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തു. പിതാവിൻ്റെ വിഷമത്തിന് പിന്നിലെ കാരണം സതി മനസ്സിലാക്കി. അവൾ അമ്മയായ വിരാണിയുടെ അടുത്തു ചെന്ന് ശിവനെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം അറിയിച്ചു. സതിക്ക് ഒരുവിധ വിഘ്നങ്ങളുമില്ലാതെ ശിവനെ ആരാധിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവർ ഒരുക്കി.
സതി നന്ദവ്രതം എന്ന പേരിൽ 1 വർഷം നീളുന്ന തപസ് ആരംഭിച്ചു. അവളുടെ തപസ്സിൽ ആകൃഷ്ടരായ എല്ലാ ദേവന്മാരും അവളെ കാണുവാനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എല്ലാ ദേവന്മാരും ഋഷിമാരും അവളെ പരിണയം ചെയ്യാൻ ശിവനോട് അപേക്ഷിക്കുന്നു. എന്നാൽ വിവാഹിത ബന്ധത്തിൽ കുരുങ്ങി തൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇടിവ് വരുത്തുവാൻ ശിവൻ തയ്യാറായില്ല. ദേവന്മാരുടെ നിരന്തരമായ അപേക്ഷകളും അഭ്യർത്ഥനകളുടെയും അനന്തരഫലമായി എനിക്ക് അനുയോജ്യയായ ഒരു ഇണയെ കണ്ടെത്താൻ അദ്ദേഹം അവർക്ക് അനുവാദം നൽകി. ഉമ നിങ്ങളെ ഭർത്താവായി ലഭിക്കുവാൻ അനുഷ്ഠിക്കുന്ന വലിയ തപസ്സിനെക്കുറിച്ച് ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ അറിയിച്ചു. ഉമയുടെ അടുക്കലെത്തി അവളുടെ ജീവിതാഭിലാഷം പൂവണിയിക്കാൻ അവർ അഭ്യർത്ഥിച്ചു. ശിവൻ അവരുടെ നിർദ്ദേശത്തിന് സമ്മതം നൽകുന്നു. ഉമ തൻ്റെ നന്ദവ്രതം എന്ന തപസ് പൂർത്തീകരിച്ചയുടൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് അനുഗ്രഹമാണ് വേണ്ടതെന്ന് ശിവൻ ചോദിച്ചു. അദ്ദേഹത്തെ നേരിൽ ദർശിച്ചതിലെ ലജ്ജ കാരണം അവൾക്കൊന്നും മൊഴിയാൻ കഴിഞ്ഞില്ല. അവളുടെ ചിരകാലാഭിലാഷം ശിവന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്നെ കാന്തനായി ലഭിക്കും. അത് ശ്രവിച്ച ഉമയുടെ വദനം ചെന്താമര പോലെ വിടർന്നു. എങ്കിൽ പോലും അവൾ ലജ്ജയോടെ അപേക്ഷിച്ചു, ദയവായി ഈ നിർദ്ദേശം എൻ്റെ പിതാവായ ദക്ഷന് മുൻപാകെ സമർപ്പിക്കുക. തഥാസ്തു, ശിവൻ സമ്മതിച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് മടങ്ങി. സതി സ്വന്തം മാതാപിതാക്കളോട് നടന്നതെല്ലാം വിവരിച്ചു. ആ വാർത്ത ശ്രവിച്ച ഇരുവരും അത്യധികം സന്തുഷ്ടരായി. തുടർന്ന് ശിവൻ ബ്രഹ്മാവിനോട് സതിയുമായുള്ള വിവാഹത്തെക്കുറിച്ച് ദക്ഷനോട് ഒരു ഔപചാരിക വിവാഹാഭ്യർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ദക്ഷനെ ശിവന്റെ വിവാഹ അഭ്യർത്ഥനയെക്കുറിച്ച് അറിയിച്ചു. ദക്ഷൻ ആ വിവാഹാഭ്യർത്ഥനയിൽ വളരെ സന്തുഷ്ടനായി. പിന്നീട് ബ്രഹ്മാവ് ശിവന്റെ അടുത്തേക്ക് പോയി. ശിവൻ ആകാംക്ഷയോടെ അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ബ്രഹ്മാവ് എത്തിയപ്പോൾ ദക്ഷന്റെ പ്രതികരണത്തെക്കുറിച്ച് കൗതുകത്തോടെ ചോദിച്ചു. ദക്ഷൻ വിവാഹത്തിന് അംഗീകാരം നൽകിയ കാര്യം ബ്രഹ്മാവ് അറിയിച്ചപ്പോൾ ശിവനിൽ വലിയ സന്തോഷം. ഫൽഗുണ മാസത്തിലെ, അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ഫൽഗുണി നക്ഷത്രത്തിന്റെ 13-ാം ദിവസം ശിവൻ ദക്ഷന്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു. നന്ദിയുടെ പിൻഭാഗത്ത് ഉപവിഷ്ടരായ ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എല്ലാ ദേവന്മാരുമൊത്ത് അവർ ദക്ഷന്റെ വാസസ്ഥലത്തെത്തി. ദക്ഷൻ ആ ഘോഷയാത്രയെ വളരെ ആദരവോടെ സ്വീകരിച്ചു. ശുഭകരമായ ഒരു ലഗ്നത്തിൽ ശിവൻ സതിയെ വരിച്ചു. ഇതിൽ സന്തുഷ്ടരായ എല്ലാ ദേവന്മാരും ശിവനെ സ്തുതിക്കുകയും ആനന്ദ നൃത്തം ചെയ്യുകയും ചെയ്തു. ദക്ഷൻ തൻ്റെ മകളായ സതിക്ക് സ്ത്രീധനമായി അമൂല്യമായ വസ്തുക്കൾ സമ്മാനിച്ചു. അതുപോലെ ബ്രാഹ്മണർക്കും ധാരാളം സമ്പത്ത് ദാനം ചെയ്യുന്നു. സതിയുടെ ദിവ്യ സൗന്ദര്യത്തിൽ മതിഭ്രമിച്ച ബ്രഹ്മാവ് അവളുടെ മുഖം കാണുവാനുള്ള ആഗ്രഹത്താൽ നനഞ്ഞ മരക്കഷ്ണങ്ങൾ യാഗാഗ്നി കുണ്ടത്തിലേക്കിട്ട് അതിൽ നെയ്യൊഴിച്ചു. അതിൻ്റെ ഫലമായി പരിസരം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് അവളുടെ മൂടുപടം നീക്കം ചെയ്തു. അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. ബ്രഹ്മാവിൻ്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയ ശിവൻ ഭയാനകമായി പാഞ്ഞെടുത്തു. ശിവൻ അദ്ദേഹത്തെ നിഗ്രഹിക്കുവാൻ തുനിഞ്ഞു. എന്നാൽ ദേവന്മാർ അദ്ദേഹത്തിൻ്റെ ജീവരക്ഷാർത്ഥം ശിവനോട് പ്രാർത്ഥിച്ചു. വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് ശിവന്റെ കോപം ശമിച്ചത്. അക്കാരണത്താൽ ശിവൻ ബ്രഹ്മാവിനോട് ക്ഷമിച്ചെങ്കിലും ശിരസ് കുനിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കാൻ ശിവൻ ബ്രഹ്മാവിനോട് നിർദ്ദേശിച്ചു. നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് പ്രവർത്തിച്ചു. തുടർന്ന് ശിവൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വസിച്ചു. തൻ്റെ പാപങ്ങൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാനാകുമെന്ന് ലജ്ജയോടെ ബ്രഹ്മാവ് അന്വേഷിക്കുന്നു. എന്നെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾക്ക് ഉചിതമായ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെന്ന് ശിവൻ ബ്രഹ്മാവിനോട് നിർദ്ദേശിച്ചു. ഭൂമിയിൽ എന്നെ രുദ്രശിരനായി ആരാധിക്കുന്നത് എവിടെയോ അവിടേക്ക് പോകുവാൻ നിഷ്കർഷിച്ചു. നിങ്ങളുടെ ആരാധന ബ്രാഹ്മണരെ എല്ലാ ജോലികളും ചെയ്യാൻ സഹായിക്കും. നിങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് നിമിത്തം വിവാഹേതര ബന്ധങ്ങൾക്ക് ആരും ധൈര്യപ്പെടില്ല. കൈലാസ പർവ്വതത്തിൽ എത്തിയ ശേഷം ഭഗവാൻ ശിവൻ തൻ്റെ എല്ലാ ഗണങ്ങളോടുമായി ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് നിർദ്ദേശിച്ചു. എല്ലാ ഗണങ്ങളും പോയതു മുതൽ ശിവനും ശക്തിയും 25 ദേവവർഷക്കാലം ആനന്ദകരമായ ആ ഐക്യം ആസ്വദിച്ചു. മഴക്കാലം വന്നപ്പോൾ ശക്തി ശിവനോട് മഴയും മറ്റും അവരെ ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് ഒരു വാസസ്ഥലം പണിയുവാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സതി, നമ്മൾ എവിടെ ജീവിച്ചാലും, ഹിമാലയത്തിൻ്റെ കൊടുമുടികളിൽ ജീവിച്ചാൽ പോലും നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ മേഘങ്ങളും മഴയും എന്നെ ശല്യപ്പെടുത്തുവാൻ ധൈര്യപ്പെടില്ല. സതി അദ്ദേഹത്തോട് ഹിമാലയം അവരുടെ വാസസ്ഥലമാക്കുവാൻ അഭ്യർത്ഥിച്ചു. ശിവൻ സമ്മതിച്ചു. ഇരുവരും ഹിമാലയത്തിലെ ഒരു വാസസ്ഥലത്തേക്ക് താമസം മാറി. അവിടെ 10,000 ദേവസംവത്സരങ്ങൾ താമസിച്ചു. പ്രഭാഷണങ്ങൾ നടത്തി മനസ്സിനെ പ്രകാശിപ്പിക്കാൻ സതി ഭഗവാനോട് ആവശ്യപ്പെട്ടു. കലിയുഗത്തിലെ ഭക്തിയുടെ പ്രാധാന്യം ശിവൻ അവളോട് വെളിപ്പെടുത്തി. കലിയുഗത്തിൽ ജ്ഞാനത്തിൻ്റെയും സ്വാർത്ഥത്യാഗം, അതായത് വൈരാഗ്യത്തിൻ്റെയും മൂല്യം വംശനാശത്തിൻ്റെ വക്കോളം കുറയുമെന്നും ഭക്തി മാത്രമേ മനുഷ്യന് മോചനം നേടാൻ സഹായിക്കൂ എന്നും അദ്ദേഹം അറിയിച്ചു.
ഭക്തരുടെ നന്മയ്ക്കായി ഞാൻ എൻ്റെ മൂന്നാം കണ്ണുകൊണ്ട് സമയത്തെ, അതായത് കാലത്തെ കത്തിക്കും. എൻ്റെ ഭക്തരുടെ നന്മയ്ക്കായി ഞാൻ രാവണനെ പോലുള്ളവരെ പോലും പക്ഷപാതവുമില്ലാതെ ഉപേക്ഷിക്കും. എൻ്റെ ഭക്തരുടെ ക്ഷേമത്തിനായി കാശിയിൽ നിന്ന് വ്യാജ സന്യാസിമാരെ നാടുകടത്തി ശിക്ഷിക്കാൻ ഞാൻ നന്ദിയോട് നിർദ്ദേശിക്കും. വൈശാഖം, ജ്യേഷ്ഠ, അതായത് മേടം, ഇടവം മാസങ്ങളിൽ ശിവൻ ഭക്തിയുടെ തരങ്ങൾ, യന്ത്രം, മന്ത്രം, വേദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചു. ശിവനെക്കുറിച്ചുള്ള ബ്രഹ്മാവിൻ്റെ ദിവ്യകഥകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ദേവർഷി നാരദൻ ശിവന്റെ മറ്റ് സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വിവരിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് വിവരിച്ചു. ഒരിക്കൽ ശിവൻ സതിയോടൊപ്പം ദണ്ഡകാരണ്യ വനത്തിലെത്തി. ശ്രീരാമൻ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ശിവൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടു. ശിവൻ ശ്രീരാമനെ വന്ദിച്ചു. ശിവന്റെ പെരുമാറ്റത്തിൽ സതിക്ക് അത്ഭുതം. ശ്രീരാമനെ എന്തിനാണ് വന്ദിച്ചതെന്ന് അവൾ ഭർത്താവിനോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ ദേവതയാണ്, അതായത് വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ശിവൻ സതിയെ അറിയിച്ചു. എന്നാൽ ആ മറുപടിയിൽ സതി തൃപ്തയായിരുന്നില്ല. ശ്രീരാമൻ യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമാണോ എന്ന് പരീക്ഷിക്കാൻ അവൾ ആഗ്രഹിച്ചു. അവൾ സീതയുടെ വേഷം ധരിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ ശ്രീരാമൻ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിഞ്ഞുകൊണ്ടവരെ അമ്മേ എന്ന് അഭിസംബോധന ചെയ്തു. സതി അതിൽ ലജ്ജിച്ചു പോയി. എന്നാൽ ശിവൻ എന്തിനാണ് നിങ്ങളെ വന്ദനം ചെയ്തതെന്ന് ശ്രീരാമനോട് അവൾ ചോദിച്ചു. അതിൻ്റെ വിശദീകരണത്തിനായി ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ഒരിക്കൽ ശിവൻ വിശ്വകർമാവിനോട് അദ്ദേഹത്തിനായി ഒരു വലിയ കൊട്ടാരവും മനോഹരമായ ഒരു സിംഹാസനവും പണിയാൻ അഭ്യർത്ഥിച്ചു. എല്ലാം തയ്യാറായപ്പോൾ ശിവൻ എല്ലാ ദേവന്മാരെയും വിഷ്ണുവിൻ്റെ കിരീടധാരണ ചടങ്ങിനായി ക്ഷണിച്ചു. ഭഗവാൻ വിഷ്ണുവിനെ സിംഹാസനത്തിൽ ഇരിക്കാൻ അഭ്യർത്ഥിച്ചു. ശിവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവതകളും അദ്ദേഹത്തെ ആരാധിച്ചു. വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളെയും ശിവന്റെ ഭക്തർ ബഹുമാനിക്കുമെന്ന് അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന് ഉറപ്പു നൽകി. അത് കേട്ട സതി ഇപ്പോൾ പൂർണ്ണമായും തൃപ്തയായിരിക്കുന്നു. ശിവന്റെ വാക്കുകളിൽ സംശയം തോന്നിയതിനാൽ അവൾ സ്വയം ലജ്ജിച്ചു. അവൾ ശിവന്റെ അടുത്തേക്ക് മടങ്ങി. സതി സ്വയം സീതാമാതാവായി അവതാരമെടുത്തതിനാൽ ശിവൻ അവളെ പത്നിയായി കാണുന്നത് നിർത്തി. സ്വർഗീയമായ ഒരു ശബ്ദം പോലും ഈ വസ്തുതയെ ശരിവയ്ക്കുന്നു. ഇപ്പോൾ സതിയുടെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞു. അവൾ മോഹമുക്തി സംഭവിച്ച ശിവനെ കൈലാസപർവ്വതത്തിലേക്ക് അനുഗമിച്ചു. അവിടെ അദ്ദേഹം ധ്യാനം ആരംഭിച്ച് സമാധിയിലേക്ക് പോയി. അവൾ ഒന്നും ഉരിയാടാതെ സമീപത്തിരുന്നു. ഭഗവാൻ തൻ്റെ സമാധിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സതി അടുത്തു തന്നെ ഇരിക്കുന്നത് കാണുന്നു. അത് അദ്ദേഹത്തിൽ സഹതാപം ഉളവാക്കി. അവളോട് പ്രഭാഷണങ്ങൾ നടത്തി അവളുടെ കുറ്റബോധവും ദുഃഖവും അകറ്റി. ഒരിക്കൽ പ്രയാഗിൽ ഋഷിമാർ ഒരു യാഗം സംഘടിപ്പിച്ചു. അതിൽ എല്ലാ ദേവന്മാരും പങ്കെടുക്കുന്നു. ശിവനും അവിടെ സന്നിഹിതനായിരുന്നു. സതിയും അദ്ദേഹത്തെ അനുഗമിച്ചു. എല്ലാ ദേവന്മാരും ഋഷിമാരും അദ്ദേഹത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. ദക്ഷൻ അവിടെ എത്തി പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച ശേഷം മരുമകനായ ശിവനെ ഗൗനിക്കാതെ തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അതിനുശേഷം എല്ലാ ദേവന്മാരും മുനിമാരും എത്തി ദക്ഷനെ വന്ദിച്ചു. എന്നാൽ ശിവൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയോ തൻ്റെ ഭാര്യ പിതാവിനെ വന്ദിക്കുകയോ ചെയ്തില്ല. ഇനി മുതൽ യാഗങ്ങളിൽ അവൻ്റെ പങ്ക്, അതായത് ശിവന്റെ പങ്ക് നിലനിൽക്കില്ലെന്ന് അജ്ഞതയിൽ ദക്ഷൻ ശിവനെ ശപിക്കുന്നു. അതിൽ ശിവന്റെ വാഹനമായ നന്ദി അത്യധികം ക്ഷുഭിതനാവുകയും ഇന്നു മുതൽ ബ്രാഹ്മണർക്ക് വേദങ്ങളുടെ സാരാംശം മനസ്സിലാക്കുവാൻ കഴിയാതെ വരട്ടെ എന്ന് ദക്ഷനെ ശപിക്കുകയും ചെയ്തു. ശിവൻ നന്ദിയുടെ കോപം ശമിപ്പിച്ചുകൊണ്ട് ഇരുവരും അവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി. ശിവനോട് തോന്നിത്തുടങ്ങിയ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ദക്ഷനും സ്വവസതിയിലേക്ക് മടങ്ങി. ദക്ഷൻ പിന്നീട് കനകൽ എന്ന സ്ഥലത്ത് ഒരു യാഗം സംഘടിപ്പിച്ചു. അതിലേക്ക് ശിവനും സതിയും ഒഴികെയുള്ള എല്ലാവരെയും ക്ഷണിച്ചു. ദിദീജ് മഹർഷി ആഗതനായപ്പോൾ ശിവനായുള്ള ഇരിപ്പിടം കാണാഞ്ഞതിനാൽ ശിവനെ കൂടാതെ ഒരു യാഗം നടത്താൻ കഴിയില്ലെന്നറിയിച്ച് അദ്ദേഹം തിരിച്ചുപോയി. തുടർന്ന് ദക്ഷൻ അവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ഋഷിമാരുടെ സഹായത്തോടെ യാഗം ആരംഭിച്ചു. എല്ലാ ദേവതകളും അത്യധികം സന്തോഷത്തോടെ പോകുന്നത് കണ്ടപ്പോൾ അവരൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ സതിക്ക് ജിജ്ഞാസ തോന്നി. ഇത്രയും സന്തോഷകരമായ മാനസികാവസ്ഥയിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ചന്ദ്രദേവനോട് ചോദിക്കുവാൻ അവൾ തൻ്റെ അകമ്പടിക്കാരിയോട് ആവശ്യപ്പെട്ടു. ദക്ഷൻ സംഘടിപ്പിച്ച യാഗചടങ്ങിൽ പങ്കുകൊള്ളുവാൻ പോവുകയാണെന്ന് ചന്ദ്രൻ അവളുടെ അകമ്പടിക്കാരിയോട് പറഞ്ഞു. ഈ വിവരമറിഞ്ഞ സതി അത്ഭുതപ്പെട്ടുപോയി. അവൾ ശിവന്റെ അടുത്ത് പോയി അവിടേക്ക് പോകുവാൻ അനുവാദം ചോദിച്ചു. അവളുടെ പിതാവ് എന്നോടുള്ള ശത്രുത മൂലമാണ് അവരെ ക്ഷണിക്കാതിരുന്നതെന്ന് അപ്പോൾ ശിവൻ സതിയോട് പറഞ്ഞു. സതി അതിൽ അത്യധികം ക്ഷുഭിതയായി. തൻ്റെ പിതാവായ ദക്ഷൻ ഭർത്താവായ ശിവനെ ക്ഷണിക്കാതെ യാഗം നടത്തുന്നതിൻ്റെ കാരണമറിയുവാൻ അവിടെ പോകുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. ശിവൻ നന്ദിയെയും മറ്റു രുദ്രഗണങ്ങളെയും അവളെ അകമ്പടി സേവിക്കാൻ പറഞ്ഞയച്ചു. ദക്ഷൻ യാഗം നടത്തുന്ന സ്ഥലത്ത് സതി എത്തിയപ്പോൾ അവൾ തൻ്റെ അമ്മയെയും സഹോദരിമാരെയും കണ്ടുമുട്ടി.
അവരെല്ലാം അവളെ അത്യധികം ആദരവോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു. എന്നാൽ പിതാവായ ദക്ഷൻ അവളെ ഒന്ന് പുറംതിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് മറ്റു പലരും അവളോട് അതേ രീതിയിൽ പ്രവർത്തിച്ചു. എന്നാൽ തന്നോട് കാണിച്ച അനാദരവ് കാര്യമാക്കാതെ സതി മാതാപിതാക്കൾ രണ്ടുപേരെയും വന്ദനം ചെയ്തു. യാഗമണ്ഡപത്തിനടുത്തെത്തിയപ്പോൾ ശിവന്റെ ദേവതയ്ക്കുള്ള പങ്കൊഴികെ മറ്റെല്ലാ ദേവന്മാർക്കുമുള്ള യാഗത്തിന്റെ പങ്ക് അവിടെ അവൾ കണ്ടു. അതിലവൾ ക്ഷുഭിതയായിക്കൊണ്ട് ശിവനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പിതാവിനോട് ചോദിച്ചു. അപ്പോൾ ദക്ഷൻ ശിവനെ കളിയാക്കുകയും ശപിക്കുകയും ചെയ്തു. അതവളെ കൂടുതൽ ക്ഷുഭിതയാക്കി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ജീവൻ ത്യജിക്കുമെന്ന് അവൾ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തിന് ശേഷം അവളുടെ മനസ്സ് തൻ്റെ പ്രിയപ്പെട്ട ശിവനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി. തുടർന്നവൾ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇമകൾ അടച്ചു. യോഗശക്തിയാൽ അവൾ ശിവനിൽ ലയിച്ചു. അവളുടെ നിർജീവ ശരീരം യാഗകുണ്ഡത്തിൽ വീണു. ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു. രുദ്രഗണങ്ങൾ കോപാകുലരായി ആയുധങ്ങൾ ഏന്തി. അപ്പോൾ തന്നെ ഒരു സ്വർഗീയ ശബ്ദം ഉയർന്നു കേട്ടു. ഹേ അല്പനായ ദക്ഷ, നീ ഒരു പാപിയും വിഡ്ഢിയുമാണ്. ഇനി നിനക്ക് ശിവകോപം നേരിടേണ്ടി വരും. നിന്റെ പ്രവൃത്തി കാരണം ദേവതകളും കഷ്ടപ്പെടേണ്ടി വരും. ദക്ഷൻ പെട്ടെന്ന് തന്നെ വിഷ്ണുവിനെ സ്തുതിച്ചു. സതിയുടെ മരണവാർത്ത നന്ദി അറിയിച്ചപ്പോൾ ശിവൻ കോപാകുലനായി. കോപത്തോടെ മുടിയിലെ ഒരു ജട പറിച്ചെടുത്ത് പർവ്വതത്തിൽ അടിച്ചു. പർവ്വതം രണ്ടായി പിളർന്നു. ഒരു ഭാഗത്തു നിന്ന് വീരഭദ്രനും മറുഭാഗത്തു നിന്ന് മഹാകാളിയും പ്രത്യക്ഷപ്പെട്ടു. സതിയുടെ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരും മുനിമാരും ഉൾപ്പെടെ എല്ലാവരെയും നിഗ്രഹിക്കുവാനും ശിവൻ വീരഭദ്രനോടും മഹാകാളിയോടും നിർദ്ദേശിച്ചു. വീരഭദ്രനും കാളിയും അവരുടെ സൈന്യത്തെ കൂട്ടിച്ചേർക്കുന്നു. ശിവന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വീരഭദ്രൻ, ഡാഗിനി, ഭൈരവൻ, കപാലിഷൻ തുടങ്ങിയ ശക്തരായ ശിവഗണങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ സൈന്യവുമായി പടയണി ചെയ്തു. കാളി, കാർത്യായനി ദേവി ഉൾപ്പെടുന്ന 9 അവതാരങ്ങൾ അടങ്ങുന്ന സൈന്യവുമായി വീരഭദ്രനോടൊപ്പം ചേർന്നു. സൈന്യം യുദ്ധസഞ്ചലനം നടത്തുമ്പോൾ നിരവധി ശുഭസൂചനകൾ ദൃശ്യമായി. മറുവശത്ത് ദക്ഷന് നിരവധി അശുഭ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇടത് കണ്ണും ഇടത് കൈയും ഇടത് തുടയും മിടിക്കാൻ തുടങ്ങി. തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കഴുകന്മാരെ ദക്ഷൻ കണ്ടു. കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. തുടർന്ന് ദക്ഷൻ ശിവന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ ദക്ഷനോട് ഉപദേശേണ പറഞ്ഞു, ദക്ഷ, ശിവനെയും സതിയെയും അപമാനിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ പാപം ചെയ്തതിനാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ദുരന്തങ്ങളെ തടയാൻ എനിക്ക് പോലും കഴിയില്ല. ഭഗവാൻ വിഷ്ണു ദക്ഷനെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വലിയൊരു ബഹളമുണ്ടായി. വീരഭദ്രന്റെ സൈന്യത്തിന്റെ ആരവമായിരുന്നത്. ദക്ഷൻ ഭയന്ന് വിറച്ചുകൊണ്ട് വീണ്ടും വിഷ്ണുവിനോട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ വിഷ്ണു വീണ്ടും തന്റെ നിസ്സഹായത പ്രകടിപ്പിക്കുകയും നിങ്ങൾ കാരണം എല്ലാ ദേവന്മാരും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. അനന്തരം വീരഭദ്രന്റെ സൈന്യങ്ങളും ദേവന്മാരും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു. ദേവന്മാർ പരാജിതരായി ഓടിപ്പോയി. അവർ ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കലേക്ക് പോയി സഹായം അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുവാൻ ഭഗവാൻ വിഷ്ണു തീരുമാനിച്ചു. 2ാം തവണയും യുദ്ധം പുനരാരംഭിക്കുന്നു. ഭഗവാൻ വിഷ്ണു വീരഭദ്രനുമായി ദ്വയയുദ്ധം നടത്തുകയും ദേവന്മാർ വീരഭദ്രന്റെ സൈന്യത്തിനെതിരെ പോരാടുകയും ചെയ്തു. വീരഭദ്രൻ അജയനാണെന്ന ഒരു അശരീരി ഉടൻ മുഴങ്ങിക്കേട്ടു. അത് കേട്ട ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും അവരവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി. ദക്ഷൻ പ്രാണരക്ഷാർത്ഥം ഓടി യാഗം നടത്തുന്ന ആൾത്താരയ്ക്ക് പിന്നിൽ ഒളിച്ചു. എന്നാൽ പിന്തുടർന്നെത്തിയ വീരഭദ്രൻ അദ്ദേഹത്തെ പിടികൂടി വലിച്ചിറക്കി തല വെട്ടിക്കളഞ്ഞു. തുടർന്ന് ഛേദിച്ച തല അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം വീരഭദ്രൻ സൈന്യത്തോടൊപ്പം കൈലാസത്തിലേക്ക് മടങ്ങി. ശിവന്റെ ദിവ്യകഥകൾ അത്യധികം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന നാരദന് ശിവനെ ക്ഷണിക്കാത്ത ഒരു യാഗത്തിൽ ഭഗവാൻ വിഷ്ണു പങ്കെടുത്തതിന്റെ കാരണങ്ങളും വീരഭദ്രന്റെ അജയതയെക്കുറിച്ച് അറിഞ്ഞിട്ടും വിഷ്ണു എന്തിനാണ് അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്തതെന്നും അറിയാൻ നാരദനിൽ വളരെയധികം ജിജ്ഞാസയുണ്ടായി. ഇതെല്ലാം സംഭവിച്ചത് ദിതീജ് മഹർഷിയുടെ ശാപം മൂലമാണെന്ന് ബ്രഹ്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പുരാതന കാലത്ത് ക്ഷുവൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം ദിതീജ് മഹർഷിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ചില കാരണങ്ങളാൽ ഇരുവർക്കുമിടയിൽ പരസ്പരം ശത്രുത വളർന്നു. ബ്രാഹ്മണനായതിനാൽ ഞാൻ ശ്രേഷ്ഠനാണെന്ന് ദിതീജി സ്വയം കരുതി. മറുവശത്ത് സ്വന്തം സമ്പത്തിന്റെ പേരിൽ ക്ഷുവൻ സ്വയം ശ്രേഷ്ഠനാണെന്ന് വിലയിരുത്തി. തർക്കം വഷളായ സന്ദർഭത്തിൽ ദിതീജി ക്ഷുവന്റെ തലയിൽ പ്രഹരിച്ചു. തൽഫലമായി ക്ഷുവൻ ബോധരഹിതനായി. ബോധം വീണ്ടെടുത്തപ്പോൾ വജ്രം എന്ന പേരിലുള്ള ആയുധത്താൽ ദിതീജി മുനിയെ ആക്രമിക്കുകയും മുനിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ദിതീജി ശുക്രാചാര്യരുടെ സഹായം അഭ്യർത്ഥിച്ചു. ശുക്രാചാര്യൻ മാന്ത്രിക ശക്തിയാൽ അദ്ദേഹത്തിന്റെ മുറിവുകൾ സുഖപ്പെടുത്തി. അദ്ദേഹം ദിതീജിക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രവും പഠിപ്പിച്ചു. തുടർന്ന് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ ദിതീജി ഒരു വലിയ തപസ്സു ചെയ്യുന്നു.
ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അസ്ഥികൾ വജ്രം പോലെ കഠിനമാകും, അദ്ദേഹം കൊല്ലപ്പെടില്ല, അദ്ദേഹം ഒരിക്കലും അപമാനിക്കപ്പെടില്ല എന്നീ 3 വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ഈ 3 വരങ്ങളും നേടിയ ദിതിജി വീണ്ടും ക്ഷുവനോട് യുദ്ധം ചെയ്യാൻ പോയി. ദിതിജി ക്ഷുവനെ ചവിട്ടി. തിരിച്ച് ക്ഷുവൻ തന്റെ വജ്രായുധം ഉപയോഗിച്ച് ആക്രമിച്ചു. പക്ഷേ ദിതിജിയുടെ അസ്ഥികൾ കത്തുന്നതുപോലെ കഠിനമായിരുന്നതിനാൽ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. രക്ഷയില്ലാതെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ശിവരാജാവ് ഒരു വലിയ തപസ് ചെയ്തു. ശിവന്റെ അനുഗ്രഹത്താൽ ദിതിജി അമർത്യനായിരിക്കുന്നു എന്ന് വിഷ്ണു തന്റെ ഭക്തനോട് വെളിപ്പെടുത്തി. എന്നാൽ പോലും ദിതിജിയെ പരാജയപ്പെടുത്തുവാൻ തീർച്ചയായും ഞാൻ സഹായിക്കാമെന്ന് ശിവന് ഉറപ്പു നൽകി. പിന്നീട് ഭഗവാൻ വിഷ്ണു ബ്രാഹ്മണ വേഷധാരിയായി ദിതിജി മുനിയുടെ ആശ്രമം സന്ദർശിച്ചു. വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ദിതിജി ചോദിച്ചപ്പോൾ ഒരു വരം ആഗ്രഹിച്ചാണ് ഞാൻ വന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. യോഗശക്തിയാൽ ആ ബ്രാഹ്മണന്റെ അസ്തിത്വം ദിതിജി മഹർഷി തിരിച്ചറിഞ്ഞിരുന്നു. താങ്കൾ പിടിക്കപ്പെട്ടുവെന്ന് മുനി അറിയിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു ലജ്ജിച്ചു. പിന്നീട് വിഷ്ണു ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ദിതിജി മഹർഷിയുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിച്ചതുപോലെ പെരുമാറുവാനും നിർദ്ദേശിച്ചു. ശിവൻ ദിതിജി മഹർഷിയുടെ അടുക്കൽ ചെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. പക്ഷേ ദിതിജി അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. അപ്പോൾ ഭഗവാൻ വിഷ്ണു കോപാകുലനായി സുദർശന ചക്രം ഉപയോഗിച്ച് അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെടുന്നു. കാരണം ശിവൻ തന്നെ വിഷ്ണുവിന് നൽകിയ സുദർശന ചക്രം ശിവഭക്തനെ ഉപദ്രവിക്കുവാൻ സന്നദ്ധമായില്ല. അപ്പോൾ ഭഗവാൻ ദിതിജിയെ അമ്പെയ്ത് കൊല്ലുവാൻ ശ്രമിച്ചു. ദേവന്മാരും അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. മുനി ദിതിജി മന്ത്രങ്ങൾ ചൊല്ലി ദീക്ഷിച്ച ഒരു പിടി ദർഭപ്പുല്ല് അവരുടെ നേരെ എറിഞ്ഞു. അവ ദേവന്മാരുടെ എല്ലാ ആയുധങ്ങളും തകർത്തു. അതേസമയം ബ്രഹ്മാവ് ശിവനോടൊപ്പം സ്ഥലത്തെത്തി. ശിവൻ നൽകിയ വരം കാരണം ദിതിജി അജയനായതിനാൽ അദ്ദേഹവുമായി യുദ്ധം ചെയ്യുന്നത് വൃഥാവാണെന്ന് അദ്ദേഹം ദേവന്മാരെ ഓർമ്മിപ്പിച്ചു. ഒടുവിൽ ശിവരാജാവ് സ്വന്തം തെറ്റിന് ദിതിജിയോട് മാപ്പ് ചോദിച്ചു. ദിതിജി അദ്ദേഹത്തോട് ക്ഷമിച്ചു. എന്നാൽ രുദ്രന്റെ കോപത്താൽ വിഷ്ണു ഉൾപ്പെടെയുള്ള എല്ലാ ദേവതകളും ഭസ്മമാകുമെന്ന് അദ്ദേഹം ശപിക്കുകയും ചെയ്തു. പ്രിയരെ, തുടർന്നുള്ള മാസ്മരിക സംഭവങ്ങളുമായി ശിവപുരാണത്തിന്റെ 5-ാമത്തെ വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.